ഭാരതത്തിനെതിരെ പ്രതികാര നടപടിയായി അധിക താരിഫ് ചുമത്തിയ ട്രംപിന്റെ നടപടിയിൽ വിശകലനവുമായി നമ്മളോടൊപ്പം വിദേശകാര്യ വിദഗ്ധനായ ഡോക്ടർ മോഹൻ വർഗീസ് ഇപ്പോൾ ചേരുകയാണ്. സ്വാഗതം ശ്രീ മോഹൻ വർഗീസ്. നമ്മുടെ നിലപാട് കഴിഞ്ഞ ദിവസം തന്നെ ഭാരതം വ്യക്തമാക്കിയിരുന്നു. കൃത്യമായി തന്നെ ശക്തമായ നിലപാടാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഈ അധിക താരിഫിനോട് ഭാരതം പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും നമ്മൾ നിലപാടിൽ നിന്ന് മാറില്ല, ഉറച്ച നിലപാടിൽ തന്നെ നിൽക്കും. ഇപ്പോൾ ഏത് രീതിയിലാണോ റഷ്യയുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് അതേ നിലപാട് തന്നെ തുടരും എന്ന് പറയുമ്പോൾ ട്രംപിൻ്റെ ഈ നടപടി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു ഭീഷണി ഒരു പ്രകോപനം സൃഷ്ടിക്കലായി തന്നെയല്ലേ കണക്കാക്കേണ്ടത്? രോഹിണി, കൃത്യമായി പറഞ്ഞാൽ അതീവ തീവ്രമായ പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ട് തങ്ങൾക്ക് അനുകൂലമാകുന്ന രീതിയിൽ വ്യാപാര ചർച്ചകളുടെ ഗതി നിയന്ത്രിക്കാം എന്ന ട്രംപിൻ്റെ അതിമോഹമാണ് ഇപ്പോൾ ഇന്ത്യയുടെ ശക്തമായ തീരുമാനത്തിന് മുന്നിൽ തകർന്നു വീണുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നോക്കൂ, ട്രംപ് ആദ്യം പറയുന്നതല്ല പിന്നീട് പറയുന്നത്. ആദ്യം ഭാരതവുമായി ഒരു സമഭാവനയിൽ പോവുകയാണ്. വളരെ സൗഹൃദ രാജ്യമായി ട്രംപ് അധികാരമേറ്റെടുത്തത് മുതൽ വളരെ സൗഹൃദ സമീപനമാണ് ഭാരതം കാട്ടിയത്. ഭാരതത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ദീർഘകാല സുഹൃത്തൊന്നുമല്ല അമേരിക്ക. പക്ഷേ മാറിയ സാഹചര്യങ്ങളിൽ അമേരിക്കയുമായുള്ള വ്യാപാര ബന്ധം 10 മടങ്ങ് അടുത്ത കാലത്ത് വർദ്ധിച്ചതായി കാണാം. ഏതാണ്ട് $137 ബില്യൺ ഉഭയകക്ഷി വ്യാപാരം അമേരിക്കയുമായിട്ടുണ്ട്. അത് ഏതാണ്ട് $500 ബില്യൺ 2030 മാറ്റിയെടുക്കാം എന്ന തന്ത്രപരമായ തീരുമാനം, ദൃഢമായ തീരുമാനം നരേന്ദ്രമോദിയും ട്രംപും തമ്മിൽ ഫെബ്രുവരി മാസം 2025 അമേരിക്കയിൽ വെച്ച് നടന്ന ഉച്ചകോടിയിൽ ആ തീരുമാനമെടുക്കുകയുണ്ടായി. പക്ഷേ അത് മുന്നോട്ട് പോകണമെങ്കിൽ സുഗമമായ വ്യാപാര ബന്ധം ഉണ്ടാകണം. സുഗമമായ വ്യാപാര ബന്ധം ഉണ്ടാകാതെ ഇരിക്കേണ്ടത് ഇപ്പോൾ ഏതാണ്ട് അമേരിക്കയുടെ ആവശ്യം പോലെയാണ്. കാരണം പരമാവധി ട്രേഡ് ഗ്യാപ്പ് അല്ലെങ്കിൽ ഈ വ്യാപാര കമ്മി കുറച്ചു കൊണ്ടുവരും. ഇപ്പോൾ അമേരിക്കയ്ക്ക് ഭാരതവുമായ വ്യാപാരത്തിൽ ഏതാണ്ട് $47 ബില്യൺ വാർഷിക വ്യാപാര കമ്മിയുണ്ട്. ഈ വ്യാപാര കമ്മി കുറച്ചുകൊണ്ട് വരണമെങ്കിൽ അമേരിക്കയിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള കയറ്റുമതി വർദ്ധിച്ചെങ്കിലേ പറ്റൂ. അത് കയറ്റുമതി വർദ്ധിക്കുന്നതിന് വിഘാതമായി അമേരിക്ക പറയുന്നത് ഇന്ത്യ ഏർപ്പെടുത്തിയിരിക്കുന്ന കർശനമായ ഇറക്കുമതി തീരുവകളാണ്. അതിന് ബദലായിട്ടാണ് അമേരിക്ക 25% തീരുവ എന്ന ഒരു ഫ്ലാറ്റ് റേറ്റ് അവസാനം എത്തിച്ചേർന്നത്. അത് ഇപ്പോൾ നിലവിൽ വന്നു കഴിഞ്ഞു. അതോടൊപ്പം ഇപ്പോൾ വൈകി എത്തിയ ഒരു തരം ബോധോദയമാണ് അമേരിക്കയ്ക്ക്. റഷ്യയുമായി കച്ചവടം നടത്തുമ്പോൾ അല്ലെങ്കിൽ റഷ്യയുമായി എണ്ണ വ്യാപാരം നടത്തുന്ന ഭാരതത്തിൻ്റെ മേൽ അഡീഷണൽ 25% ടാരിഫ്, അതെല്ലാ കാര്യങ്ങൾക്കുമല്ല, നിശ്ചിത ഐറ്റംസിന് അഡീഷണൽ 25% ടാരിഫ്. അങ്ങനെ വരുമ്പോൾ 50% നികുതിയാണ്. അത് കൊള്ള നികുതിയാണ്. ഭാരതത്തിൽ നിന്നും കയറ്റുമതി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഒരു ഇരുട്ടടി തന്നെയാണ്, സംശയമൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ ഇമ്പാക്റ്റിലേക്കാണ്, അതാണ് എന്നോട് ചോദിച്ചത്. എങ്ങനെയാണ് അത് ഭാരതത്തിലെ സമ്പദ് വ്യവസ്ഥയെ, ഭാരതത്തിലെ ജനജീവിതത്തെ എങ്ങനെയാണ് ബാധിക്കുക എന്ന് ചോദിച്ചാൽ കാര്യമായ പോറലുകൾ ഏൽക്കില്ല എന്നതാണ് ഇപ്പോഴത്തെ പ്രാഥമിക നിഗമനം. കാരണം ഇന്ത്യ ഈസ് എ 4.1 ട്രില്യൺ ഇക്കോണമി. അമേരിക്ക ഒരുപക്ഷെ 30 ട്രില്യൺ ഇക്കോണമി ആയിരിക്കാം. പക്ഷേ ഭാരതത്തിൻ്റെ റെസിലിയൻസ് ചരിത്രപരമായി നമ്മൾ കണ്ടിട്ടുള്ളതാണ്. 98 വലിയൊരു ഉപരോധം ഭാരതത്തിന് നേരെ വന്നു. 1998 വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ, ജോർജ് ഫെർണാണ്ടസ് ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്നപ്പോൾ പൊഖ്രാനിൽ ആണവ പരീക്ഷണം നടത്തിയതിൻ്റെ ഒരു പ്രതികരണം എന്ന നിലയിൽ അമേരിക്കയും പല രാജ്യങ്ങളും ഭാരതത്തിനെതിരെ കർശനമായ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി. പക്ഷേ അത് പുഷ്പം പോലെ മറികടക്കാൻ മാസങ്ങൾക്കുള്ളിൽ തന്നെ ആ ഉപരോധം ഭാരതത്തെ ഏശില്ല എന്ന് തെളിയിക്കാൻ ഭാരതത്തിന് കഴിഞ്ഞു. അതൊരു റെസിലിയൻസിൻ്റെ ഒരു ഉദാഹരണം. അതിനേക്കാൾ പ്രധാനപ്പെട്ട ഉദാഹരണം ഒരു പക്ഷേ 2008-09 കാലഘട്ടത്തിൽ ആഗോള സാമ്പത്തിക മാന്ദ്യം, അത് കാരണം ലോക വിപണികൾ, അമേരിക്ക ഉൾപ്പെടെയുള്ള വിപണികൾ തകർന്നടിഞ്ഞപ്പോൾ ഭാരതത്തിൻ്റെ വിപണിക്ക് പിടിച്ചു നിൽക്കാനായി ഭാരതം സമീപകാലത്ത് ഏറ്റവും അധികം വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയ വർഷമായിരുന്നു 2008-09 വർഷം. 8.7% വാർഷിക GDP വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തി. ഇപ്പോഴും ഭാരതത്തിൻ്റെ GDP ലോകരാജ്യങ്ങളുടെ ശരാശരി GDP വളർച്ചയേക്കാൾ വളരെ മുകളിലാണ്. പ്രൊജക്റ്റഡ് റേറ്റ് എന്ന് പറയുന്നത് 6.5%. അമേരിക്കയുമായിട്ടുള്ള വ്യാപാരം ഇപ്പം $47 ബില്യൺ വ്യാപാര മിച്ചം. ഇത് പൂർണ്ണമായി അവസാനിക്കുകയും പൂർണ്ണമായി അമേരിക്ക വ്യാപാരം നിർത്തിവെച്ചാൽ പോലും, അല്ലെങ്കിൽ നഷ്ടപ്പെടുന്നു എന്ന് കരുതുക, അങ്ങനെയാണെങ്കിൽ പോലും ഭാരതത്തിനുണ്ടാകാൻ, GDP-യിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള വളർച്ചാ നിരക്കിലെ കുറവ്
0.2% മാത്രമാണ്. അങ്ങനെയെങ്കിൽ പ്രൊജക്റ്റഡ് റേറ്റ് 6.5 എന്നത് ഒരു പക്ഷേ 6.2 അല്ലെങ്കിൽ 6.3 ആയി മാറാനുള്ള സാധ്യത മാത്രമേ ഉള്ളൂ. അത് പരിഹരിക്കാൻ ഇന്ത്യയുടെ മുന്നിൽ അനവധി ഓപ്ഷൻസ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഓപ്ഷൻ എന്ന് പറയുന്നത് റഷ്യയുമായി തുടരുന്ന വ്യാപാര ബന്ധം അതിശക്തമായി മുന്നോട്ട് പോവുക. പരമ്പരാഗതമായി റഷ്യ തന്നെയാണ് ഭാരതത്തിൻ്റെ ഏറ്റവും നല്ല ചങ്ങാതിയും വ്യാപാര പങ്കാളിയും. ഇപ്പോൾ ഇതാ എണ്ണ ഇറക്കുമതി 2022 ഉക്രൈൻ യുദ്ധത്തിന് ശേഷമാണ് ആഗോള വിപണിയിൽ എണ്ണ ലഭ്യതയ്ക്ക് കുറവ് വന്നത്. അതായത് ഇന്ത്യ പരമ്പരാഗതമായി എണ്ണ സോഴ്സ് ചെയ്തിരുന്ന അറബ് രാജ്യങ്ങൾ, സൗദി അറേബ്യ, ഇറാഖ് മുതലായ രാജ്യങ്ങൾ, അവിടെ നിന്നുള്ള എണ്ണയുടെ വലിയ ഒരു ഒഴുക്ക് യൂറോപ്പിലേക്കുണ്ടായി. കാരണം യൂറോപ്പ് റഷ്യൻ എണ്ണ വാങ്ങാതെയായി, ഉപരോധം കാരണം. അങ്ങനെ വന്നപ്പോൾ ആ എണ്ണയുടെ ലഭ്യത കുറഞ്ഞപ്പോൾ ഭാരതം വളരെ സുഗമമായി റഷ്യയുമായി എണ്ണ വ്യാപാരം തുടങ്ങുകയും കേവലം 2% താഴെ നിന്ന എണ്ണ ആവശ്യം, അതായത് റഷ്യയുമായി വരുന്ന എണ്ണ വ്യാപാരം അതിനു മുൻപ് കേവലം 2% മാത്രമായിരുന്നു ഇന്ത്യയുടെ ആകെ എണ്ണ ആവശ്യത്തിൻ്റെ. അത് ഇന്ന് 35% അധികമായി മാറിയിരിക്കുന്നു. അത് മാത്രമല്ല, കൺസെഷണൽ റേറ്റിലാണ് റഷ്യ ഭാരതത്തിന് എണ്ണ നൽകുന്നത് എന്നുകൂടി ഓർക്കണം. ലോക വിപണിയിലുള്ള വിലയേക്കാൾ $30 പെർ ബാരൽ കുറവ് ചെയ്തുകൊണ്ടാണ് കൺസെഷണൽ റേറ്റിൽ റഷ്യ ഇന്ത്യക്ക് എണ്ണ നൽകുന്നത്. അതൊന്ന്. 2, റഷ്യ ഇന്ത്യൻ റുപ്പി സ്വീകരിച്ചുകൊണ്ടാണ് എണ്ണ നൽകുന്നത് എന്നതും വളരെ പ്രത്യേകതയുള്ള കാര്യമാണ്. കാരണം മറ്റു രാജ്യങ്ങളുമായി, സൗദി അറേബ്യയുമായി കച്ചവടം നടത്തുമ്പോൾ വി ഹാവ് ടു മേക്ക് ദ പേയ്മെൻറ്റ് ഇൻ US ഡോളേഴ്സ്. അപ്പോൾ നമ്മുടെ അമേരിക്കൻ ഡോളർ നിക്ഷേപം വലിയ തോതിൽ കുറയുകയാണ്. അതുകൊണ്ട് റഷ്യയുമായുള്ള വ്യാപാരം ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ ആണിക്കല്ലായി മാറിയിരിക്കുന്നു. ഒരു നിമിഷം ട്രംപ് വിരട്ടിയെന്ന ഒറ്റ കാരണത്താൽ ട്രംപ് കടുംപിടുത്തം പിടിക്കുന്നു. അമേരിക്കയുമായുള്ള വ്യാപാരം നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ എക്കാലത്തെയും സുഹൃത്തായ റഷ്യയെ തള്ളിപ്പറയണം എന്നാണ് അമേരിക്ക ആഗ്രഹിക്കുന്നതെങ്കിൽ അത് നടപ്പില്ല എന്നാണ് ഭാരതം കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നത്. അത് മാത്രമല്ല, അമേരിക്ക ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ചില നിബന്ധനകൾ, റഷ്യയുമായി എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്കെതിരെ ഞങ്ങൾ കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തും, തീരുവ ചുമത്തും. അങ്ങനെയെങ്കിൽ ചൈനയാണ് റഷ്യയിൽ നിന്ന് ഏറ്റവും അധികം എണ്ണ വാങ്ങുന്നത്. 5680 ബില്യൺ കോടി രൂപയുടെ എണ്ണയാണ് വാങ്ങുന്നത്. ഇന്ത്യ അതേക്കാൾ കുറവെണ്ണ മാത്രമാണ് വാങ്ങുന്നത്. അപ്പോൾ ചൈനയുമായുള്ള വ്യാപാരത്തിൽ 3 മാസത്തെ കാലം ആലോചിക്കാൻ നൽകിയിരിക്കുകയാണ്. ഇന്ത്യക്ക് നൽകിയിരിക്കുന്നത് ഈ പറയുന്ന അധിക തീരുവ 25% പുറമേയുള്ള പിഴ തീരുവയായ അഡീഷണൽ 25% നിലവിൽ വരുന്നത് 3 ആഴ്ചത്തെ സമയമാണ് ഇന്ത്യക്ക് നൽകിയിരിക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് റഷ്യ എണ്ണ വ്യാപാരം പുനഃപരിശോധിക്കാം. ചൈനയ്ക്ക് അതിനേക്കാൾ കൂടുതൽ കാലം നൽകിയിരിക്കുന്നു. 1. 2, യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും എല്ലാം റഷ്യയിൽ നിന്നും വളരെ വലിയ തോതിൽ രാസവളങ്ങളും രാസസംയുക്തങ്ങളും പെട്രോ കെമിക്കൽസും എല്ലാം വാങ്ങുന്നുണ്ട്. എണ്ണ പോലും വാങ്ങുന്നുണ്ട്. വലിയ തോതിലല്ല എങ്കിൽ പോലും ഇത് ഒരു വശത്ത് സംഭവിക്കുകയും മറുവശത്ത് ഭാരതം റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് വലിയൊരു കുറ്റകൃത്യമായി കണ്ടുകൊണ്ട് ഭാരതത്തിനെതിരെ വ്യാപാര യുദ്ധം പ്രഖ്യാപിക്കാനാണെങ്കിൽ തികഞ്ഞ ഇരട്ടത്താപ്പാണ് എന്നാണ് ഇന്ത്യൻ വിദേശകാര്യ വക്താവിൻ്റെ കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനത്തിൽ ഉറച്ചു പറഞ്ഞത്. ഇത് ഇന്ത്യയുടെ ദൃഢനിശ്ചയം, അമേരിക്കയുമായുള്ള വ്യാപാരം പൂർണ്ണമായി നഷ്ടപ്പെട്ടാൽ പോലും ഇന്ത്യക്ക് പിടിച്ചു നിൽക്കാമെന്ന, ബ്രിക്സ് രാജ്യങ്ങളുമായ വ്യാപാര ബന്ധം വർദ്ധിപ്പിക്കുക വഴി പിടിച്ചു നിൽക്കാനാവുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഭാരതം ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഡോക്ടർ മോഹൻ വർഗീസ്, അതോടൊപ്പം ഭാരതം വ്യക്തമാക്കിയിരിക്കുന്നത് ഭാരതം റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് നമ്മുടെ ദേശീയ താൽപ്പര്യങ്ങൾക്കനുസരിച്ചും അതോടൊപ്പം തന്നെ ഊർജ സംരക്ഷണത്തിന് പരിഗണന നൽകിയും കൊണ്ടാണ് എന്നുള്ളതാണ്. അതുമാത്രമല്ല, ഭാരതം മറ്റൊരു കാര്യം കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. പല പാശ്ചാത്യ രാജ്യങ്ങളും താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ അടക്കം റഷ്യയുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടുന്നും ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഭാരതത്തിനുമേൽ ഇത്തരത്തിലുള്ള ട്രംപിന്റെ നീക്കം എന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ പറഞ്ഞതുപോലെയുള്ള ആ ഇരട്ടത്താപ്പ് പ്രകടമാകുന്നത്, അല്ലേ? കാരണം അങ്ങനെയാണെങ്കിൽ നമുക്ക് 50% തീരുവ, പിഴച്ചുങ്കം അടക്കം 50% തീരുവ എന്ന് പറയുമ്പോൾ ചൈനയെ സംബന്ധിച്ചിടത്തോളം അവ 35%-ലേക്ക് ചുരുങ്ങുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഭാരതത്തെ ലക്ഷ്യം വെക്കുന്നത്? ഒരുപക്ഷെ കാലാകാലങ്ങളായുള്ള ഭാരതവും റഷ്യയുമായുള്ള ആ സൗഹൃദം, നയതന്ത്ര ബന്ധം, അതിൽ കൂടി ഡൊണാൾഡ് ട്രംപിന് ഒരല്പം അസൂയാലുവാക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണോ? കൃത്യമായ നിരീക്ഷണം. അസൂയാലു എന്ന വാക്ക് തീർച്ചയായും പ്രാധാന്യമർഹിക്കുന്നു. അതുപോലെ ഇൻഫ്ലേറ്റഡ് ഈഗോ ഉള്ള ഒരു വ്യക്തിയാണ് ഡൊണാൾഡ് ട്രംപ്. താൻ ആഗ്രഹിച്ച വഴിയെ ഒരു രാജ്യം, പ്രത്യേകിച്ച് ഭാരതത്തെ പോലെ ഒരു രാജ്യം പോയാൽ വളരെ സന്തോഷം. താൻ ഇടപെട്ടാണ് പഹൽഗാമിലെ ആക്രമണത്തിന് ബദലായുള്ള ഓപ്പറേഷൻ സിന്ദൂർ നിർത്തിവയ്പ്പിച്ചത് എന്ന ഒരു
ട്രംപിൻ്റെ ക്ലെയിം 29 പ്രാവശ്യമാണ് അദ്ദേഹം പല വേദികളിൽ അത് ആവർത്തിച്ചത്. അത് ഇന്ത്യ എൻഡോഴ്സ് ചെയ്തിരുന്നു എങ്കിൽ ട്രംപ് സംതൃപ്തനാകുമായിരുന്നു. പക്ഷേ യാഥാർത്ഥ്യം ഇന്ത്യൻ പ്രധാനമന്ത്രി പാർലമെന്റിൽ തുറന്നു പറഞ്ഞു. പാർലമെന്റ് പുറത്തും പ്രഖ്യാപനം നടത്തി. ലോകത്തൊരു നേതാവും, ട്രംപ് എന്നല്ല ഒരു നേതാവും ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല. DGMO തലത്തിൽ നടന്ന ചർച്ചകൾക്ക് ശേഷമാണ് ഈ വെടിനിർത്തൽ തീരുമാനം ഭാരതവും പാകിസ്ഥാനും എത്തിച്ചേർന്നത്. ഇന്ന് മഹാസത്യം ലോകത്തോടായി പറഞ്ഞപ്പോൾ അവിടെ മുഖം നഷ്ടപ്പെട്ടത്, ഈഗോ ആയത് ഡൊണാൾഡ് ട്രംപിന് തന്നെയാണ്. അത് മനസ്സിന്റെ അടിത്തട്ടിൽ കിടന്ന് തിളക്കുകയാണ്. അതാണ് ഒരു കാരണം. രണ്ട്, അങ്ങനെയെങ്കിൽ പാകിസ്ഥാനെ സഹായിച്ചിട്ട് തന്നെ കാര്യം. പാകിസ്ഥാൻ അമേരിക്കയോട് നന്ദിപൂർവ്വമാണ് പെരുമാറുന്നത്. പ്രത്യേകിച്ച് ട്രംപിനോട് ഈ കാര്യങ്ങളൊക്കെ, ട്രംപിൻ്റെ കാര്യങ്ങൾ പാകിസ്ഥാൻ സമ്മതിക്കുകയും ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ പാകിസ്ഥാന് എണ്ണ പരിവേഷണത്തിനായി അമേരിക്കൻ ടെക്നോളജിയും ഉൽപ്പന്നങ്ങളും ഉപകരണങ്ങളും പണവും നൽകാം. പിന്നീട് ഒരു കാര്യം കൂടെ പറഞ്ഞു വെച്ചു, ഒരുപക്ഷെ പാകിസ്ഥാൻ എണ്ണ ഉൽപ്പാദന രാജ്യമായി മാറുകയാണെങ്കിൽ നാളുകളിൽ പാകിസ്ഥാന്റെ എണ്ണ ഇന്ത്യക്ക് ഇറക്കുമതി ചെയ്യേണ്ട ഗതികേടുണ്ടാകും എന്ന് വരെ ട്രംപ് പറഞ്ഞു വെച്ചു. എങ്ങോട്ടാണ് കാര്യങ്ങളുടെ പോക്ക് പോകുന്നത് എന്നത് അവിടെ നിശ്ചയമല്ലേ. ഓർക്കണം, അമേരിക്ക തേടിക്കൊണ്ടിരുന്ന കൂട്ടും ഭീകരനായ ഒസാമ ബിൻ ലാഡൻ അഭയം പ്രാപിച്ചിരുന്നത് പാകിസ്ഥാന്റെ സൈന്യത്തിനും ISIക്കും ഒക്കെ നിയന്ത്രണമുള്ള അബട്ടബാദിലെ കേന്ദ്രത്തിൽ, രഹസ്യ കേന്ദ്രത്തിലാണ് എന്നോർക്കണം. അമേരിക്ക ഒരു പ്രത്യേക കമാൻഡോ ഓപ്പറേഷനിലൂടെയാണ്, മെറീൻ ഓപ്പറേഷനിലൂടെയാണ് ബിൻ ലാദനെ വകവരുത്തിയത് എന്നുകൂടി ഓർക്കണം. അതുകൊണ്ട് വിശ്വസ്തനായ ചങ്ങാതിയാണ് പാകിസ്ഥാൻ എന്നൊക്കെ പറയുന്നത് പഴങ്കഥയായി മാറിയിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ മാറിയ സാഹചര്യത്തിൽ പാകിസ്ഥാനോട് പ്രത്യേക ഒരു പ്രണയം അമേരിക്കയ്ക്ക് വരികയാണ്. ബംഗ്ലാദേശിലെ മുഹമ്മദ് യൂനിസുമായും പ്രത്യേക ബന്ധം വരികയാണ്. ഈ പറയുന്ന മുഹമ്മദ് യൂനിസ് അധികാരത്തിൽ വന്നപ്പോൾ ട്രംപ് പറഞ്ഞു, എൻ്റെ മുൻഗാമിയായ ജോ ബൈഡൻ കാരണമാണ് ഇത് സംഭവിച്ചത്, അദ്ദേഹം എനിക്ക് അനഭിമതനായ ആളാണ്, ബംഗ്ലാദേശുമായി ഒരു നീക്കുപോക്കും ഉണ്ടാകില്ല എന്ന് പറഞ്ഞ അമേരിക്ക ഇപ്പോൾ ട്രംപ് കളം മാറി ചവിട്ടിയിരിക്കുന്നു. ഇന്ത്യൻ ജനിക്കാനായി പാകിസ്ഥാനും ബംഗ്ലാദേശിനും ഉപയോഗിക്കുന്ന ഒരു നയമെന്ന് പറയുന്നത് ഇന്ത്യ എടുത്ത ഓണസ്റ്റ് ആൻഡ് സെക്യൂർ നിലപാടിനെതിരെയുള്ള ഒരുതരം ഈഗോയിസ്റ്റിക് റെസ്പോൺസായി മാത്രമേ കാണാനാവൂ. അതൊരു കാര്യം. രണ്ട്, ഇന്ത്യയുടെ വൻപൻ വിപണിയാണ് മിഡിൽ ക്ലാസ് ഓറിയന്റഡ് മാർക്കറ്റ്. ചൈനയ്ക്കും ഇന്ത്യക്കും ലോകത്ത് ഏറ്റവും വലിയ മധ്യവർഗ വിപണിയുണ്ട്. അവിടെ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ, പ്രത്യേകിച്ച് കാർഷിക ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ ഉള്ള അനുവാദം ഭാരതം നൽകും എന്നായിരുന്നു അമേരിക്കയുടെ പ്രതീക്ഷ. അത് അസ്ഥാനത്താണ് ഇപ്പോൾ കച്ചവടക്കാരനെ ട്രംപ് മനസ്സിലാക്കുന്നു. ഇന്ത്യയുടെ കാർഷിക വിപണി തുറന്നു കൊടുക്കില്ല, അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടി അങ്ങനെ പെട്ടെന്ന് തുറന്നു കൊടുക്കില്ല. അവിടെ തീരുവകളുണ്ടാകും, കർശനമായി ഇറക്കുമതി നികുതി തീരുവകളുണ്ടാകും എന്ന് നിശ്ചയമായപ്പോൾ ബലം പ്രയോഗത്തിലൂടെ അത് നിവർത്തിക്കൊണ്ടുവരാം. അങ്ങനെ കാർഷിക ഉൽപ്പന്നങ്ങൾ, അമേരിക്കയുടെ ജനിതകമാറ്റം വരുത്തിയ വിത്തനങ്ങൾ ഉൾപ്പെടെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് ഡംപ് ചെയ്യാം. അതിന് ഒരുതരം അതായത് ഒരു മസ്ലിംഗ് അല്ലെങ്കിൽ ബുള്ളിയിങ് ടാറ്റിക്, ഇതാണ് അമേരിക്ക പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ബുള്ളിയിങ്ങിന്, ബലപ്രയോഗത്തിന് വിധേയപ്പെടാൻ ഭാരതം തയ്യാറല്ല എന്ന ഉഗ്രമായ പ്രഖ്യാപനമാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യ ഇപ്പോൾ കുറച്ച് തുറന്ന് സംസാരിക്കുന്നത്. ഇതുവരെ ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വം വലിയ പ്രസ്താവനകളൊന്നും നടത്തിയിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. പക്ഷേ രണ്ട് നീക്കങ്ങൾ വളരെ നിർണായകമാണ്. ഒന്ന്, ഇന്ത്യൻ വിദേശകാര്യ നയത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ സുരക്ഷയുടെ അവസാന വാക്കായ അജിത് ഡോവൽ, നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ, ഇപ്പോൾ റഷ്യയിലുണ്ട്. വ്ളാഡിമിർ പുടിനുമായി സുരക്ഷാ കാര്യങ്ങളിൽ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഇൻ ക്യാമറ ചർച്ചകളാണ്, അതിൻ്റെ വിശദവിവരങ്ങൾ നമുക്കറിയാനിരിക്കുന്നതേ ഉള്ളൂ. അതുപോലെ ഇനിയുള്ള ദിവസങ്ങളിൽ വിദേശകാര്യമന്ത്രി ജയശങ്കറിൻ്റെ റഷ്യ സന്ദർശനം വരുന്നു. ഇതിനേക്കാൾ പ്രധാനമാണ് ഷാങ്ഹായ് കോപ്പറേഷൻ കൗൺസിൽ സമ്മേളനം ചൈനയിൽ വെച്ച് നടക്കാൻ പോകുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും അവിടെ വെച്ച് ഉച്ചകോടി നടത്താനുള്ള സാധ്യതയുണ്ട്. അവിടെ റീ അലൈൻമെന്റ് ടു ദി ഗ്ലോബൽ പൊളിറ്റിക്കൽ ഫോഴ്സസ്. ഇതൊരു പൊളിറ്റിക്കൽ അലൈൻമെന്റും മിലിറ്ററി അലൈൻമെന്റും ഒന്നുമല്ല, മറിച്ച് ബ്രിക്സ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷനിലെ രാജ്യങ്ങൾ ഉൾപ്പെടെ ശക്തിപ്പെടേണ്ടത് അമേരിക്ക വിരുദ്ധമായ ഒരു സാമ്പത്തിക കൂട്ടായ്മ, ഒരു ബാലൻസിങ് ആക്ട് എന്ന നിലയിൽ ഡോളറിൻ്റെ മേധാവിത്വത്തിനെതിരെ ഒരു ബദലുണ്ടാകണം എന്ന ആത്മാർത്ഥമായ ആഗ്രഹം ഇന്ത്യയുടെയും ചൈനയുടെയും റഷ്യയുടെയും ബ്രസീലിൻ്റെയും ഭാഗത്തുണ്ട്. ബ്രസീൽ ഉൾപ്പെടെ വളരെ പ്രധാനപ്പെട്ട രാജ്യമാണ്. ബ്രസീലിയൻ പ്രസിഡന്റ് ലുല ഇനേഷ്യ ലാല ഡിസിൽവോ അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഞാൻ ട്രംപിനെ വിളിക്കുന്ന പ്രശ്നമില്ല, അങ്ങേർക്ക് ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹം എന്നെ വിളിക്കട്ടെ എന്ന് ട്രംപ് പറഞ്ഞതിൻ്റെ പ്രതികരണമായിട്ട് പറഞ്ഞു, ഞങ്ങൾക്കെതിരെ ഇന്ത്യക്കുള്ളതുപോലെ 50% ടാരിഫാണ് ലാറ്റിൻ അമേരിക്കയിലെ പ്രധാന രാജ്യമായ ബ്രസീലിന് നേരെ അമേരിക്ക ചുമത്തിയിരിക്കുന്നത്. ഇന്ത്യക്കും ബ്രസീലിന് നേരെയാണ് നിലവിൽ ഏറ്റവും അധികം ടാരിഫ് എന്നും ഓർക്കണം. ഇന്ത്യക്ക് ബദലാകേണ്ട അല്ലെങ്കിൽ ഇന്ത്യ മത്സരിക്കേണ്ട എക്സ്പോർട്ട് വിപണിയിൽ മത്സരിക്കേണ്ട വിയറ്റ്നാമിനും കംബോഡിയയ്ക്കും ഒന്നും തന്നെ
അത്രയധികം നികുതി ഇല്ലാന്ന് ഓർക്കണം. 19-20% നികുതി മാത്രമാണുള്ളത്. ഇന്ത്യയുടെ സമുദ്രോൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുമ്പോൾ അത് ബദലായി ഇക്വഡോർ ഉണ്ട്. അവിടെ ഇക്വഡോറിന് വളരെ കുറച്ച് നികുതിയാണുള്ളത്. അപ്പം നമ്മുടെ ചെമ്മീൻ കയറ്റുമതി ഉൾപ്പെടെ, നമ്മുടെ കശുവണ്ടി കയറ്റുമതി ഉൾപ്പെടെ, നമ്മുടെ കേരളത്തിൽ നിന്നുള്ള സ്പൈസസിന്റെ കയറ്റുമതി ഉൾപ്പെടെ അവതാളത്തിലാകുമ്പോൾ മറ്റ് രാജ്യങ്ങൾക്ക് തുച്ഛമായ നികുതി ഇറക്കുമതി തീരുവയാണ് ട്രംപ് ചുമത്തുന്നത്. ഇതെല്ലാം കാണിക്കുന്നത് ഒരു സൗത്ത് സൗത്ത് കോപ്പറേഷൻ കൂടുതലായി വരികയും അതോടൊപ്പം തന്നെ ബ്രിക്സ് രാജ്യങ്ങളും ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷനും ശക്തമാവുകയും അമേരിക്കൻ ഡോളറിന്റെ മേധാവിത്വം തച്ചുടയ്ക്കുന്ന രീതിയിൽ ബദലുകൾക്ക് വേണ്ടിയുള്ള ആലോചനയാണ്. അതുകൊണ്ടാണ് ഏതാണ്ട് ലോക വ്യാപാരത്തിന്റെ ഏതാണ്ട് 27.8% ഇന്ന് ബ്രിക്സിന്റെ കുത്തകയാണെന്ന് ഓർക്കണം. കേവലം 7 രാജ്യങ്ങൾ അടങ്ങുന്ന G7, അതായത് അമേരിക്കയും യൂറോപ്യൻ യൂണിയനിലെ പ്രധാന രാജ്യങ്ങളും ഒക്കെ അടങ്ങുന്ന G7 പങ്കാളിത്തം കേവലം 28.1% മാത്രം. വളർച്ചാ നിരക്ക് നോക്കുമ്പോൾ ഭാവിയിൽ ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം വർദ്ധിച്ചാൽ 50%-ലധികം ലോക വ്യാപാരം ബ്രിക്സിന്റെ കുത്തകയായി മാറും. അങ്ങനെയെങ്കിൽ ബ്രിക്സ് രാജ്യങ്ങളുടെ കറൻസി ഉപയോഗിച്ചുകൊണ്ടുള്ള ഉഭയകക്ഷി വ്യാപാരം സാധ്യമാകുമ്പോൾ ഇപ്പോൾ തന്നെ 1 ലക്ഷം കോടി ഡോളറിന്റെ വ്യാപാരമാണ് ഇപ്പോൾ ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിൽ നടക്കുന്നത്. അത് വർദ്ധിച്ച് അതിൻ്റെ തന്നെ 50% അതത് തനത് കറൻസികളിലാണ്. റൂബിൾ, റുപ്പി, യുവാൻ, അല്ലെങ്കിൽ ബ്രസീലിയൻ കറൻസി റിയാൽ, ഇതിലൊക്കെയാണ് നടക്കുന്നത്. ഇതെല്ലാം വർദ്ധിച്ചു വന്നാൽ അമേരിക്കൻ ഡോളറിന് സമ്മർദ്ദമേറും. അതെ, ശ്രീ മോഹൻ വർഗീസ്, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ദയവായി അങ്ങ് തുടരുക. ഒരു ചെറിയ ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. വളരെ പെട്ടെന്ന് തിരികെ എത്താം. Warrior Shirts and Maurya Vastra Ethnic Collections. Warrior for the warriors of life. 36-ലേറെ വർഷങ്ങൾ, 1 കോടിയിലേറെ സംതൃപ്തരായ ഉപഭോക്താക്കൾ സാക്ഷ്യപ്പെടുത്തുന്നു. വിശ്വാസമാണ് പങ്കജ കസ്തൂരി, ആശ്വാസമാണ് ബ്രീത്ത് ഈസി. തിരികെ ചർച്ചയിലേക്ക്. ഡോക്ടർ മോഹൻ വർഗീസ്, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഭാരതത്തിനെതിരെ ഒരു പ്രതികാര നടപടിയായ ഒരു ഭീഷണിയുടെ സ്വരത്തിൽ ഇത്തരത്തിലൊരു അധിക താരിഫ് ട്രംപ് ചുമത്തുമ്പോൾ ഒരുപക്ഷെ ഭാരതം കഴിഞ്ഞ ദിവസം തന്നെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. 1 ഇഞ്ച് പോലും ഭാരതം അതിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്നുള്ളത്. അതുമാത്രമല്ല, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ 7 വർഷത്തിന് ശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈന സന്ദർശിക്കുന്നത്, ഷാങ്ഹായ് കോർപ്പറേഷൻ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി. എന്തായാലും ഇവിടെ ഭാരതത്തിന്റെ നിലപാടും ചൈന സന്ദർശനവും ഒക്കെ തന്നെ വച്ചു നോക്കുമ്പോൾ ട്രംപിന്റെ ഈ നടപടിയിൽ ഭാരതം US ബന്ധത്തിൽ ഒരു ഉലച്ചിലുണ്ടാകും എന്നുള്ള ഒരു സൂചനകൾ തന്നെയാണോ വരുന്നത്? അങ്ങനെ തന്നെയാണ് രോഹിണി വരുന്നത്. 2025 വർഷം ലോക രാഷ്ട്രീയത്തിലും ആഗോള വ്യവസ്ഥയിലും കൂലങ്കഷമായ മാറ്റങ്ങൾ സംഭവിച്ച വർഷമാണ്. ട്രംപിൻ്റെ ആഗമനത്തോടെ ആകെ സാഹചര്യങ്ങൾ മാറി മറിഞ്ഞു. അപ്പോൾ അവിടെ ഇന്ത്യ പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യവും അമേരിക്ക പ്രതീക്ഷിച്ച കാര്യവും യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഒരു മനസ്സ് എന്ന് പറയുന്നത് ഒരു മധ്യവർഗ സമൂഹത്തിൻ്റെ വളർച്ച, അതായത് മിഡിൽ ക്ലാസ് വലുതായി ഉള്ള ഒരു രാജ്യം. അതുമാത്രമല്ല, ഇന്ത്യക്ക് ഭാവി വളർച്ചാ സാധ്യത ഏറെയുണ്ട്. അപ്പം ചൈനയെ കൗണ്ടർ ചെയ്യാൻ സാമ്പത്തികമായും സൈനികമായും രാഷ്ട്രീയപരമായും എല്ലാം തന്നെ ചൈനയുടെ മേധാവിത്വം, ഇനി വരുന്ന ലോകക്രമത്തിൽ ചൈനയുടെ മേധാവിത്വം കൗണ്ടർ ചെയ്യണമെങ്കിൽ ഭാരതത്തെ കൂടെ നിർത്തേണ്ടതുണ്ട് എന്ന ഒരു ലളിതയുക്തി അമേരിക്ക ഉണ്ടായി. പക്ഷേ ട്രംപ് അതിൻ്റെ ഏറ്റവും നല്ല കാവൽമാലാഖിയായി അവതരിക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഇന്ത്യയുടെ ഒരു ദേശീയ നേതൃത്വവും അമേരിക്കയുടെ ദേശീയ നേതൃത്വവും വളരെ സുഗമമായി ഏകോപനത്തോടു കൂടി പ്രവർത്തിക്കും എന്ന പ്രതീതി നിലനിൽക്കുമ്പോഴാണ് ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് പക്കാ കച്ചവട താല്പര്യം, മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറയുമ്പോൾ അത് ഒരു പരസ്പരം വിട്ടുവീഴ്ചയുടെ സ്വരത്തിൽ ഇന്ത്യയുമായുള്ള വ്യാപാരത്തിൽ ഒരു ന്യായമായ നിലയിൽ ഒരു വ്യാപാരം നടത്താൻ ട്രംപ് തയ്യാറല്ല. അവിടെ ഷൈലോക്കിൻ്റെ നിലപാട്, എ പൗണ്ട് ഓഫ് എക്സ്ട്രാക്ടിങ് എ പൗണ്ട് ഓഫ് ഫ്ലഷ് എന്ന നിലയിലേക്ക് അമേരിക്കയുടെ മനസ്സ്, അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ മനസ്സ് മാറിയിരിക്കുന്നു. അമേരിക്കൻ ജനതയെ അത് അംഗീകരിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. പക്ഷേ അമേരിക്കൻ ജനത പൂർണ്ണമായി അത് അംഗീകരിച്ച മട്ടില്ല. ഇന്ത്യയുടെ പ്രാധാന്യം അവർ മനസ്സിലാക്കുന്നു. ഇന്ത്യയുടെ സോഫ്റ്റ് പവർ സ്കില്ല് അവർ മനസ്സിലാക്കുന്നു. അമേരിക്കൻ മൈൻഡ് സെറ്റ് തന്നെ ആ രീതിയിൽ ഇന്ത്യക്കെതിരല്ല. ഇവിടെ ഒരു വ്യക്തി മാത്രമാണ് വിഷയം. അതുകൊണ്ടാണ് അമേരിക്കയുമായിട്ടുള്ള ബന്ധം എന്നതല്ല ഇവിടെ വിഷയം.
ട്രംപ് എന്ന പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഇപ്പോൾ എടുക്കുന്ന ചില തീരുമാനങ്ങൾ അമേരിക്കയ്ക്ക് തന്നെ വിനയാകുമ്പോൾ അമേരിക്കയുടെ ഡെമോക്രാറ്റിക് ക്യാപിറ്റലിസ്റ്റ് മൈൻഡ് സെറ്റ് തന്നെ അതിനെതിരെ പ്രവർത്തിക്കാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നു. ഇത് നോക്കൂ, ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതി ഉൾപ്പെടെ കുറഞ്ഞു വരുമ്പോൾ, അത് വളരെ എക്സ്പെൻസീവായി മാറുമ്പോൾ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയിൽ അത് ചെലുത്തുന്ന സ്വാധീനം വളരെ വലുതല്ലേ? അവിടെ നാണ്യപ്പെരുപ്പം കുതിച്ചുയരും, തൊഴിലില്ലായ്മ വർദ്ധിക്കും. ട്രംപിന് പിടിപ്പത് പണിയായി, ട്രംപിൻ്റെ ജനപ്രീതി കുത്തനെ ഇടിയും. അങ്ങനെ വരുമ്പോൾ ട്രംപിന് തന്നെ അത് പുനഃപരിശോധിക്കേണ്ടി വരും. ഇപ്പോൾ തന്നെ നോക്കൂ, ഈ ഡേറ്റ് ആൻഡ് ടൈമിങ്ങിൻ്റെ ഒരു കാര്യം തന്നെ നോക്കൂ. ഇപ്പോൾ ഇതാ ട്രംപ് 50%, 25 അധിക തീരുവയായ മറ്റൊരു 25, അങ്ങനെ 50% തീരുവ ഇന്ത്യക്കെതിരെ പ്രഖ്യാപിച്ചു വെച്ചു. അത് നടപ്പാക്കുന്നത് 25% ഉടനടി നടപ്പായി കഴിഞ്ഞു. അടുത്ത 25 റഷ്യയുമായി എണ്ണ വ്യാപാരത്തിനോട് ചേർന്ന് നടത്തുന്ന ആ ഒരു നീക്കം നടപ്പാകുന്നത് 3 ആഴ്ചയ്ക്ക് ശേഷം. ഈ 3 ആഴ്ചക്ക് ഉള്ളിലാണ്, അതായത് ഓഗസ്റ്റ് മാസം, ഈ മാസം 25-ാം തീയതി അമേരിക്കയുടെ പ്രതിനിധി സംഘം വ്യാപാര ചർച്ചയ്ക്ക് വേണ്ടി ഭാരതത്തിലെത്തുന്നു. നോക്കൂ, ഇത് നടപ്പിൽ വരും 3 ആഴ്ച കഴിയുന്ന ദിവസം എന്ന് പറയുന്നത് 28-ാം തീയതി, 27-ഓ 28-ഓ തീയതിയാണ്. അപ്പം അതിനുള്ളിൽ തന്നെ വ്യാപാര സംഘത്തോട് മയമായി പെരുമാറി പരമാവധി വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ട് അമേരിക്ക ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു കോംപ്രിഹെൻസീവ് ട്രേഡ് ഉഭയകക്ഷി കരാറിലെത്തിച്ചേരാം എന്ന ട്രംപിൻ്റെ മോഹമാണ് ഈ ഒരു പക്ഷേ ആസ്ഥാനത്താകാൻ പോകുന്നത്. ഇന്ത്യ ഇത്ര ശക്തമായി പ്രതികരിക്കുമെന്നും ഇന്ത്യക്ക് ഇത്രത്തോളം റിസോൾവ് ഉണ്ടെന്നും റെസിലിയൻസ് ഉണ്ടെന്നും അമേരിക്ക കരുതിയില്ല. അവിടെയാണ് ഇന്ത്യയെ റീഡ് ചെയ്യുന്നതിൽ തെറ്റിയിരിക്കുന്നു, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ മനസ്സിലാക്കുന്നതിൽ തെറ്റിയിരിക്കുന്നു. ഇന്ത്യ ഒരു എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ഇക്കോണമി അല്ല എന്ന് ഓർക്കണം രോഹിണി. ഇന്ത്യക്കൊരു ക്യാപ്റ്റീവ് ഡൊമസ്റ്റിക് മാർക്കറ്റുണ്ട്, വൈബ്രന്റ് ശക്തമായ മാർക്കറ്റുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇന്ത്യയുടെ പർച്ചേസിംഗ് പവറുള്ള ഒരു മധ്യവർഗമുണ്ട്, വലിയ ജനസംഖ്യയുണ്ട്, 142 കോടി ജനങ്ങളുള്ള ഭാരതം. അതിൽ തന്നെയാണ് 30-40 കോടിയോളം സാമാന്യം പർച്ചേസിംഗ് പവറുള്ള മധ്യവർഗമാണ്. മധ്യ ഉപരിവർഗവും മധ്യ അടിസ്ഥാന വർഗവും എല്ലാം ചേർന്നാണ്. ആ വിഭാഗത്തിൻ്റെ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ മൊത്തം ജനസംഖ്യയേക്കാൾ കൂടുതലാണ് ഈ പറയുന്ന പർച്ചേസിംഗ് പവറുള്ള ഇന്ത്യയുടെ വിഭാഗം. അവിടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിയപ്പെടും. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നു എങ്കിൽ അത് അമേരിക്കൻ വിപണി നഷ്ടപ്പെട്ടതുകൊണ്ട് അത് വിറ്റ് പോകാതിരിക്കുന്നില്ല. ആഭ്യന്തരമായി നമുക്കൊരു ശക്തമായ വിപണിയുണ്ട്. അതുമാത്രമല്ല, ബ്രിക്സ് രാജ്യങ്ങളുമായി, ആഫ്രിക്കയുമായി, തെക്കനേഷ്യൻ രാജ്യങ്ങളുമായി, എന്തിന് യൂറോപ്യൻ രാജ്യങ്ങളുമായി പോലും ശക്തമായ വ്യാപാര ബന്ധത്തിലൂടെ നഷ്ടപ്പെട്ടു പോയ അമേരിക്കൻ വിപണിയുടെ തുല്യമോ അതിൽ കൂടുതലോ തിരിച്ചു പിടിക്കാൻ ഭാരതത്തിന് കഴിയും. ഈ ഒരു ദൃഢനിശ്ചയം ഭാരതം വാക്കാൽ പ്രകടിപ്പിച്ചു കഴിഞ്ഞു. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ഇന്ത്യയുടെ ഉന്നത രാഷ്ട്രീയ നേതൃത്വം, നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള, എസ് ജയശങ്കർ ഉൾപ്പെടെയുള്ള ഉന്നത രാഷ്ട്രീയ നേതൃത്വം പരസ്യ പ്രസ്താവനയ്ക്ക് മുതിർന്നിട്ടില്ല. ഡൊണാൾഡ് ട്രംപ് പറയുന്നത് പോലെ വിടുവാ പറഞ്ഞ് നടക്കാൻ, ഒരു പ്രൊഫഷണൽ ടച്ച് ഇല്ലാതെ വിടുവാ പറഞ്ഞ് നടക്കാൻ ഭാരതത്തിൻ്റെ രാഷ്ട്രീയ നേതൃത്വം തയ്യാറാവുന്നില്ല എന്നതുകൊണ്ട് അത് ഭീരുത്വമാണ്, അത് കീഴടങ്ങലാണ് എന്ന് വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല. ഇന്ത്യയുടെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് ശക്തമായ വിമർശനങ്ങൾ വരുന്നു. രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത്, പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നും കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നും ഈ അവസ്ഥ എത്തിച്ചു നിർത്തിയത്, അമേരിക്ക വ്യാപാരം നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് എത്തിച്ചു നിർത്തുന്നതിൽ ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്തുന്ന സമീപനം കണ്ടു. ഒരു രാജ്യം ഒരു വലിയ പ്രതിസന്ധിയെ നേരിടുമ്പോൾ ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ ഇല്ല, ഇന്ത്യയുടെ വിദേശ നയമാണ്, ഇന്ത്യയുടെ ഇന്ത്യയുടെ യഥാർത്ഥ താല്പര്യങ്ങളാണ്, ദേശീയ താല്പര്യങ്ങളാണ്. ആ ദേശീയ താല്പര്യങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ അതത് സമയത്തിരിക്കുന്നത് കോൺഗ്രസ് എന്നോ BJP എന്നോ വേർതിരിവില്ല, അതത് സമയത്ത് നിൽക്കുന്ന ഗവൺമെൻറ്റുകൾക്ക് സാധിക്കും. അവിടെ പിന്തുണ കൊടുക്കുക എന്നതാണ് ഈ പ്രതിപക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട കടമ. പക്ഷേ പ്രതിപക്ഷം ഇപ്പോൾ ചെയ്യുന്നത് ഇങ്ങനെയൊരു കാര്യത്തെ, അപ്പോൾ അമേരിക്ക പറഞ്ഞതാണ് ശരി, ഇന്ത്യൻ ഇക്കോണമി ഈസ് എ ഡെഡ് ഇക്കോണമി എന്ന് ഡൊണാൾഡ് ട്രംപ് പറയുമ്പോൾ അതെ അങ്ങനെ തന്നെയാണ്, അത് ഞങ്ങൾ എക്കാലത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തെ ആളുകളുടെ ആത്മാഭിമാനം, നമ്മുടെ രാജ്യത്തിൻ്റെ വ്യവസ്ഥിതിയുടെ ഒരു അഭിമാനബോധം അത് നഷ്ടപ്പെടാൻ ഇടവന്നുകൂടാ എന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ടാണ് ഈ ഘട്ടത്തിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും ഭിന്നിച്ചു നിൽക്കാതെ ഒരു സംയോജിച്ച് പാർലമെൻറ്റിൽ ഉൾപ്പെടെ ശക്തമായ അമേരിക്കയ്ക്ക് താക്കീത് കൊടുക്കുന്ന, അമേരിക്കയ്ക്ക് ബദലുണ്ട്, ഇവിടെ വ്യാപാരത്തിന് ബദലുണ്ട് എന്ന് ഭരണപക്ഷം മാത്രമല്ല, ഗവൺമെൻറ് മാത്രമല്ല പറയേണ്ടത്, പ്രതിപക്ഷത്തിൻ്റെ ധർമ്മമാണ് ഈ ഒരു ചെറിയ പ്രതിസന്ധി, ഇത് വലിയ പ്രതിസന്ധിയല്ല, ചെറിയ പ്രതിസന്ധി അതിജീവിക്കാൻ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുമിച്ച് നിൽക്കേണ്ട ഒരു രാഷ്ട്രീയ കാലാവസ്ഥ കൂടിയാണ് ഇതെന്നും കൂടി പ്രത്യേകമായി ഓർക്കേണ്ടതുണ്ട്. അതെ, തീർച്ചയായും. വളരെ നന്ദി ഡോക്ടർ മോഹൻ വർഗീസ് ഞങ്ങളോടൊപ്പം ഇത്രയും സമയം ചിലവഴിച്ചത്.